ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ദേവൻ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ രവി തടഞ്ഞു നിർത്തി. സാർ, എവിടെ പോയി അന്വേഷിക്കാനാ? എവിടുന്നായാലും അവളെ ഒരാപത്തും കൂടാതെ കിട്ടിയേ പറ്റൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അന്വേഷണം എൻ്റെ നേരെ തന്നെ വരും എന്ന് പറഞ്ഞ് ദേവൻ പുറത്തേക്ക് പോയി. ഒപ്പം രവിയും. അവർ പല സ്ഥലത്തും ചെന്ന് ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. അവളുടെ വീടിനോടടുപ്പിച്ച് ഒരു കടയുടെ മുന്നിൽ നിന്നിരുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, കുറച്ചു മുമ്പ് ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിരുന്നു. ഒരു പെണ്ണിനെ കാറിടിച്ചതാ. അവരെ ആ വണ്ടിയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എവിടേക്കാ കൊണ്ടുപോയതെന്നറിയോ? രവി ചോദിച്ചു. അതറിയില്ല. നിങ്ങളുടെ ആരെങ്കിലും ആണോ ആ പെണ്ണ്? അയാൾ ചോദിച്ചു. അല്ല, ഞങ്ങൾ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടോയെന്ന് അന്വേഷിച്ച് അങ്ങനെയുള്ളവർക്ക് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ശരി, പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് രവി അവിടുന്ന് ചെന്ന് കാറിൽ കയറി. കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ദേവൻ ചോദിച്ചു, എന്താ അയാൾ പറഞ്ഞത്? കുറച്ചു മുമ്പ് ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിരുന്നു. ഇടിച്ച കാറിലുണ്ടായിരുന്നവർ തന്നെ ആ പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. രവി പറഞ്ഞു. ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്? ദേവൻ ചോദിച്ചു. അതിവർക്കറിയില്ല, രവി പറഞ്ഞു. അവർ കാറെടുത്ത് അവിടുന്ന് പോയി. അയാൾ ഒരു കടയിലേക്ക് കയറി ചെന്നപ്പോൾ കടക്കാരൻ ചോദിച്ചു, ആരാ അവർ? എന്താ ചോദിച്ചത്? ഏതോ കേസില്ലാത്ത വക്കീലാണെന്ന് തോന്നുന്നു. ആക്സിഡൻറ്റ് കേസ് അന്വേഷിച്ച് ചെന്ന് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കാനാണെന്നാ പറഞ്ഞത്, അയാൾ പറഞ്ഞു. ദേവനും രവിയും അവിടങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിൽ അന്വേഷിച്ചു. എന്നാൽ അവിടെയൊന്നും ഗൗരിയെ കണ്ടെത്താനായില്ല. പല സ്ഥലത്തും ഓടി നടന്ന് അന്വേഷിച്ച് ക്ഷീണിച്ച് ഒരു ഭാഗത്ത് കാർ നിർത്തി രവി പറഞ്ഞു, എത്ര തവണ സാറിനോട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ സാർ അനുസരിച്ചില്ല. ഇപ്പം ആ പെണ്ണിനെ കൊലയ്ക്ക് കൊടുത്തപ്പോൾ സാറിന് സന്തോഷം തോന്നുന്നുണ്ടോ? രവി എന്ന് വിളിച്ച് ദേവൻ ഒച്ചയെടുത്തു. സാർ ഒച്ചയെടുക്കണ്ട. സാറ് തന്നെയാ ആ പെണ്ണിനെ കൊലയ്ക്ക് കൊടുത്തത്. ഒരു മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തികളാണ് സാർ അവളോട് ചെയ്തത്. വീട്ടുകാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവളുടെ സമ്മതമില്ലാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടി. പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്ന സ്റ്റോർ റൂമിൽ കൊണ്ടിട്ട് പൂട്ടി. ഭക്ഷണം പോലും കൊടുക്കാതെ. അവൾ എന്ത് ചെയ്തിട്ട്? അവൾ അതിനുള്ളിൽ കിടന്ന് ചാവുമായിരുന്നു വേണ്ടത്. അപ്പോഴും സാറ് സേഫാണല്ലോ. മാനസിക നില തെറ്റിയൊരുത്തൻ എന്ന കൺസിഡറേഷൻ കേസിന് ശക്തി ഉറയ്ക്കുമല്ലോ. പിന്നെന്തിനാ പേടിക്കുന്നത്? രവി പറഞ്ഞു. രവി, നീ എന്നെ ഭ്രാന്തനാക്കല്ലേ, ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ ആക്കേണ്ട കാര്യമുണ്ടോ? ഭ്രാന്തെടുത്ത് തന്നെയല്ലേ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. രവി ഒട്ടും വിട്ടുകൊടുത്തില്ല. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ദേവൻ അവൻ്റെ ഫോണിൻ്റെ ബാക്ക് കവർ തുറന്ന് അതിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് രവിക്ക് കൊടുത്ത് പറഞ്ഞു, അന്ന് അവളുടെ വീട്ടിൽ പോയപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞ് അവളുടെ അമ്മ തന്ന നമ്പറാ. ഇതിലൊന്ന് വിളിച്ചു നോക്ക്. അവൾ അവിടെ ഉണ്ടെങ്കിലോ? രവി ആ നമ്പർ വാങ്ങി ഡയൽ ചെയ്തു. സ്പീക്കറിലിട്, ദേവൻ പറഞ്ഞു. രവി കോൾ സ്പീക്കറിലിട്ടു. പങ്കജം ഫോണെടുത്ത് ഹലോ എന്ന് പറഞ്ഞപ്പോൾ രവി ചോദിച്ചു, ഗൗരിയുടെ അമ്മയല്ലേ? അവൾ എൻ്റെ മകളൊന്നുമല്ല, എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ കെട്ടിലെ മകളാ. നിങ്ങളാരാ? അത് കേട്ട് രവിയും ദേവനും പരസ്പരം ഒന്ന് നോക്കി. ഗൗരി അവിടെ ഉണ്ടോ? രവി ചോദിച്ചു. നീ അവളുടെ കെട്ടിയോനാണോ? പങ്കജം ചോദിച്ചു. അതെ എന്ന് പറയാൻ ദേവൻ രവിയോട് പറഞ്ഞു. എന്നാൽ അവന് ദേഷ്യം വന്നു. അല്ല, എൻ്റെ ബോസിൻ്റെ ഭാര്യ ഗൗരി, രവി പറഞ്ഞു. ദേവൻ ദേഷ്യത്തോടെ രവിയെ ഒന്ന് നോക്കി പല്ല് കടിച്ചു. ആക്സിഡൻ്റായി കൈയും കാലും മുടക്കി നടക്കാൻ വയ്യാതായപ്പോൾ ഇവിടേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണോ നിന്റെ ബോസ് അവൻ്റെ ഭാര്യയെ? പങ്കജം ചോദിച്ചു. ഗൗരി അവളുടെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് ദേവനും രവിക്കും ആശ്വാസമായി. അല്ല, ഇന്ന് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. ആക്സിഡൻ്റ് ആയോ? അതറിഞ്ഞില്ല. ശരി, പിന്നെ വിളിക്കാം, കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് രവി കോൾ കട്ട് ചെയ്തു. ആശ്വാസം, അവൾ അവളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇനി ഒന്നിനും നിൽക്കണ്ട. അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക്. സാവകാശം അവൾ അവളുടെ വീട്ടുകാരോട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളും, രവി പറഞ്ഞു. ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഉറപ്പിച്ച് അവളെ അവളുടെ വഴിക്ക് വിട്ടത് തന്നെയല്ലേ? എന്നാൽ ആക്സിഡൻറ്റ്, അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയണം. അവളുടെ വീട്ടിലേക്കൊന്ന് പോകണം, ദേവൻ പറഞ്ഞു. വേണ്ട സാർ, അതെല്ലാം പ്രശ്നമാവേ ഉള്ളൂ. അവൾ അവളുടെ വീട്ടിലെത്തിയല്ലോ, ഇനി ഒന്നും നമ്മളറിയണ്ട, രവി പറഞ്ഞു. പറയുന്നതനുസരിച്ചാൽ മതി, കാറെടുക്ക്, ദേവൻ പറഞ്ഞു. അപ്പോൾ രവി കാറെടുത്ത് അവിടുന്ന് പോയി. ഗൗരിയുടെ വീട്ടിൽ പങ്കജം ഗൗരിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മാരണം, എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയാ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാമെന്ന് വിചാരിച്ചത്. ഇവിടുന്ന് ഒഴിവാക്കി വിട്ടപ്പോഴും നിന്നെക്കൊണ്ട് ശല്യമുള്ളൂ.
ഒരുത്തൻ നിന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് അങ്ങനെ. മറ്റൊരുത്തൻ കെട്ടിക്കൊണ്ടുപോയിട്ട് കൈയും കാലും മുടങ്ങിയപ്പോൾ ഇവിടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇവിടെ ആര് നോക്കുമെന്ന് വിചാരിച്ചാടി നീ ഇവിടേക്ക് കയറി വന്നത്? പങ്കജം പറഞ്ഞു. ഗൗരി അതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് അവൾ കിടക്കാറുള്ള റൂമിൻ്റെ മൂലയിൽ കിടക്കുകയായിരുന്നു. ആ നേരത്താണ് ദിയയും ദീപ്തിയും സ്കൂളിൽ നിന്ന് വരുന്നത്. അമ്മ ആരോടാ ദേഷ്യപ്പെടുന്നത്? ദിയ ചോദിച്ചു. പിന്നെയും കയറി വന്നിട്ടുണ്ട് ആ മൂദേവി, പങ്കജം പറഞ്ഞു. ആര്? ദിയ ചോദിച്ചു. അവൾ തന്നെ, ആ ഗൗരി, പങ്കജം പറഞ്ഞു. ചേച്ചി വന്നിട്ടുണ്ടോ? എവിടെ? ദീപ്തി ചോദിച്ചു. ഇവിടെ കയറി വന്നപ്പോൾ മുതൽ കയറിക്കൂടിയിട്ടുണ്ടല്ലോ ഒരു മുറിയിൽ, അതിനുള്ളിൽ കിടക്കുന്നുണ്ട്. വണ്ടിക്ക് മുന്നിൽ ചാടിയതെന്നാ ഇവിടെ കൊണ്ടുവന്നാക്കിയവർ പറഞ്ഞത്, പങ്കജം പറഞ്ഞു. ദീപ്തി ഗൗരി കിടക്കുന്ന റൂമിലേക്ക് ഓടി. ചേച്ചി എന്ന് വിളിച്ച് അവളുടെ അരികിൽ ചെന്നിരുന്നു. ഗൗരിയുടെ കയ്യിലും തലയിലുമെല്ലാം മുറിവ് കെട്ടിവെച്ചിരിക്കുന്നത് കണ്ട്, ചേച്ചി നിറയെ മുറിവുണ്ടല്ലോ, ദീപ്തി പറഞ്ഞു. ഗൗരി കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. ചേച്ചി വേദനിക്കുന്നുണ്ടോ? കരയില്ലേ എന്ന് പറഞ്ഞ് ദീപ്തി ഗൗരിയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഈ സമയത്താണ് ദേവനും രവിയും അവിടേക്ക് വന്നത്. ദേവനെ കണ്ടതും പങ്കജം അവൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയാ ആരുടെയെങ്കിലും കൂടെ കല്യാണം കഴിപ്പിച്ച് വിടാമെന്ന് വിചാരിച്ചത്. നീ വന്ന് അവളെ ഇഷ്ടമാണ്, കല്യാണം കഴിപ്പിച്ച് തരണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ നിനക്ക് തന്നത്. 2 ദിവസം കൊണ്ട് നിനക്ക് മതിയായോ? അതുകൊണ്ട് അവളെ അവിടുന്ന് പറഞ്ഞു വിട്ടതുകൊണ്ടാണോ അവൾ വണ്ടിക്ക് മുന്നിൽ ചാടിയത്? ദേവന് ദേഷ്യം വന്നെങ്കിലും ഒന്നും പ്രതികരിക്കാതെ നിന്നു. എന്നിട്ട് ചോദിച്ചു, അവളെവിടെ? അവൾ കിടക്കാറുള്ള മുറിയിൽ തന്നെ ഉണ്ട്, പങ്കജം പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം, ദിയ പറഞ്ഞു. എന്നിട്ട് അവൾ ഗൗരി കിടക്കുന്ന റൂമിലേക്ക് നടന്നു. ഒപ്പം ദേവനും രവിയും ഉണ്ടായിരുന്നു. ആ മുറിക്ക് മുന്നിലെത്തിയപ്പോൾ ദിയ പറഞ്ഞു, ഇതിനകത്താ? ദേവൻ അതിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഉപകാരമില്ലാത്ത സാധനങ്ങൾ ഇട്ടിരിക്കുന്നതിൻ്റെ കൂടെ ഒരു മൂലയിൽ ഗൗരി കിടക്കുന്നത് കണ്ട് അവന് വല്ലാതെ ആശ്ചര്യം തോന്നി. അവൻ ഗൗരിയെ ഒന്ന് നോക്കി. അതിനുശേഷം ആ റൂമിലുള്ള സാധനങ്ങളെല്ലാം ഒന്ന് വീക്ഷിച്ചു. അതിനുശേഷം രവിയെ ഒന്ന് നോക്കി. പിന്നെ തല താഴ്ത്തി നിന്നു. ഗൗരി ദേവനെ അവിടെ കണ്ട് കിടക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വലത്തെ കൈയുടെ മുട്ടിലും തലയിലും വലത്തെ കാലിൻ്റെ മുട്ടിലുമെല്ലാം മുറിവുണ്ടായിരുന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ വീഴാൻ പോയി. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ദീപ്തി അവളെ താങ്ങി പിടിച്ചു. കുറച്ചു നിമിഷം ദേവൻ അവിടെ തല താഴ്ത്തി നിന്നതിന് ശേഷം കുറ്റബോധത്തോടെ ഗൗരിയെ ഒന്ന് നോക്കി അവിടുന്ന് നടന്നു. അപ്പോൾ പങ്കജം പറഞ്ഞു, ഇവളെ കൊണ്ടുപോകുന്നില്ലേ? ആര് നോക്കുമെന്ന് വിചാരിച്ചാ നിന്റെ ഭാര്യ ഇവിടെ ഇട്ടിട്ട് പോകുന്നത്? അത് കേട്ട് ദേവൻ അവിടെ നിന്നു. ഞാൻ നോക്കിക്കോളാം അമ്മേ, ചേച്ചി എവിടുന്ന് പറഞ്ഞു വിടല്ലേ, ദീപ്തി സങ്കടത്തോടെ പറഞ്ഞു. എഴുന്നേറ്റ് പോടി അവിടുന്ന്, അവളുടെ ഒരു ചേച്ചി എന്ന് ദീപ്തിയോട് പറഞ്ഞതിന് ശേഷം പങ്കജം ദേവനോട് പറഞ്ഞു. നീ വന്ന് ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാ നിനക്ക് കെട്ടിച്ചു തന്നത്. അല്ലായിരുന്നെങ്കിൽ ഇവളെ മറ്റൊരുത്തന് കൊടുക്കാൻ നിൽക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. നിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ നിനക്ക് വേണ്ടാതായോ? എങ്കിൽ പറയ്, മറ്റവൻ ഇവിടെ വന്ന് വല്ലാതെ ശല്യം ചെയ്യുന്നു. അവന് തന്നെ ഇവളെ കെട്ടിച്ചു കൊടുക്കട്ടെ. അത് കേട്ട് ദേഷ്യം വന്ന് ദേവൻ ചോദിച്ചു, നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? നിങ്ങൾക്കും ഇല്ലേ 2 പെൺകുട്ടികൾ? അവരോടും നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കുമോ? എൻ്റെ മക്കളെ നന്നായി നോക്കാൻ എനിക്കറിയാം. മറ്റൊരുത്തി പെറ്റിട്ടിട്ട് പോയതിനെ ഞാൻ എന്തിനു നോക്കണം? നീ ഇവളെ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകാൻ നോക്ക്, ഇല്ലെങ്കിൽ അത് പറയേ, മറ്റൊന്നും നീ നോക്കണ്ട, പങ്കജം പറഞ്ഞു. ദേവൻ ഗൗരിയെ നോക്കിയപ്പോൾ അവൾ തല താഴ്ത്തി കണ്ണുകൾ അടച്ചിരുന്ന് കരയുകയായിരുന്നു. ദേവൻ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, വാ എഴുന്നേൽക്ക്. അവൾ ഒന്ന് ഞെട്ടി ദേവനെ നോക്കി. പേടിയോടെ അവൾ അവനെ നോക്കിയിരിക്കുന്നത് കണ്ട് അവന് വല്ലാതെ സഹതാപം തോന്നി. പേടിക്കണ്ട, മറ്റെന്തെങ്കിലും നിനക്കിവിടുന്ന് എടുക്കാനുണ്ടോ? ദേവൻ ചോദിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് പങ്കജത്തെ ഒന്ന് നോക്കി. നോക്കിയിരിക്കാതെ എഴുന്നേറ്റ് അവൻ്റെ കൂടെ പോടി, പങ്കജം പറഞ്ഞു. എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ദേവൻ കൈകൾ താഴ്ത്തി അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ പേടിയോടെ ഒന്ന് നീങ്ങിയിരുന്നു. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നടക്കാൻ തുടങ്ങിയതും കാലിലെ മുട്ടിൻ്റെ മുറിവ് വേദനിച്ച് ആ എന്ന് പറഞ്ഞ് അവൾ വീഴാൻ പോയി. അപ്പോൾ ദേവൻ അവളുടെ കൈ അവൻ്റെ തോളിലൂടെ ഇട്ട് ഒരു കൈ കൊണ്ട് അവളുടെ അരയിലൂടെ പിടിച്ച് അവളെ നടത്തി. അവളെ കൊണ്ട് ദേവൻ സിറ്റൗട്ടിലെത്തിയപ്പോൾ പങ്കജം പറഞ്ഞു, വേഗം കൊണ്ടുപോ, സന്ധ്യ ആവാറായി. ഇവളിവിടുന്ന് പോയിട്ട് വേണം ഇവിടെയൊക്കെ അടിച്ചു തളിച്ച് ശുദ്ധാക്കി വിളക്ക് വയ്ക്കാൻ. ഗൗരി ദേഷ്യത്തോടെ പങ്കജത്തെ ഒന്ന് നോക്കി. അതിനുശേഷം അവിടുന്ന് ഇറങ്ങി. ദീപ്തി പിന്നാലെ ഓടിച്ചെന്ന് ചേച്ചി എന്ന് വിളിച്ച് അവളുടെ കയ്യിൽ പിടിച്ചു.
അവളുടെ ആ കയ്യിൽ മുറിവുണ്ടായിരുന്നതിനാൽ ദീപ്തി പിടിച്ചപ്പോൾ വേദനയെടുത്ത് ആ എന്ന് ഗൗരി പറഞ്ഞു. അപ്പോൾ രവി ദീപ്തിയെ പിടിച്ചു മാറ്റി നിർത്തി പറഞ്ഞു, മാറി നിൽക്ക്. രവി ചെന്ന് ഡോർ തുറന്നു കൊടുത്തപ്പോൾ ദേവൻ ഗൗരിയെ കാറിൻ്റെ പിൻസീറ്റിലേക്ക് ഇരുത്തി ഡോർ അടച്ചു. എന്നിട്ട് ദേവൻ മുൻസീറ്റിൽ കയറിയിരുന്നു. രവി ഡ്രൈവർ സീറ്റിലിരുന്ന് കാറ് മുന്നോട്ടെടുത്തു.